ലോകത്തിന്റെ മുഴുവൻ നഗരങ്ങളിലും മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഗാനങ്ങൾ കേൾക്കാം. പ്രതിദിനം ക്യാമ്പയിനുകൾ, പ്രസംഗങ്ങൾ, പ്രതിജ്ഞകൾ. എന്നാൽ ഒരു ദേശമുണ്ട്, അവിടെ ഈ ശബ്ദങ്ങൾ മതിലുകൾ തട്ടി തിരിച്ചു പോകുന്നു. അത് പാലസ്തീൻ. ഒരു കാലത്ത് പർവ്വതങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ ഗന്ധം പരന്ന ഈ ഭൂമി ഇന്ന് പൊടി നിറഞ്ഞ വഴികളിൽ വേദനയുടെ പാട്ടുകൾ മാത്രം കേൾക്കുന്നു. അവിടെ മനുഷ്യാവകാശം ഒരു പുസ്തകത്തിലെ അധ്യായമല്ല, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കുന്ന പ്രതീക്ഷയാണ്. നഷ്ടപ്പെട്ട നാടിൻ്റെ തുടക്കം 1948. ലോകം നക്ബ എന്ന വാക്ക് കേട്ടു. അർത്ഥം വിപത്ത്. ആ ദിവസം പാലസ്തീൻ ജനതയുടെ വീടുകളില്ലാതായി, കുടുംബങ്ങൾ കിഴിഞ്ഞുപോയി, ജനങ്ങൾ അഭയാർത്ഥികളായി. അവരുടെ കുറ്റമെന്ത്? അവർ അവരുടെ ഭൂമിയിൽ ജനിച്ചതാണ്. അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹമുണ്ടായത്. അവരുടെ വീടുകൾ പൊളിച്ചു, വീഥികൾ തടഞ്ഞു, അവരുടെ സ്വപ്നങ്ങൾ പൊടിയായി മാറി. അവിടെ നിന്നും തുടങ്ങി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ അധ്യായം. മതിലുകൾ കൊണ്ട് പൂട്ടിയ ജീവിതം ഇന്ന് പാലസ്തീനിൽ മതിലുകൾ മൗനം കെട്ടിടങ്ങളായി ഉയരുന്നു. ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി വോൾ, 700 കിലോമീറ്റർ നീളമുള്ള ഒരു പാളി. ആ മതിലിനപ്പുറത്താണ് സ്വാതന്ത്ര്യം. ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ 3 ചെക്ക് പോയിന്റുകൾ കടക്കണം. ഒരു അമ്മയ്ക്ക് ആശുപത്രിയിലെത്താൻ അനുമതി പത്രം വേണം. അവരുടെ ജീവിതം ദിവസേനയുടെ ഒരു പെർമിഷൻ ഫോമായി മാറി. ഇത് സുരക്ഷയല്ല, ഇത് മനുഷ്യാവകാശത്തിൻ്റെ നിശബ്ദ കൊലപാതകമാണ്. ചെറിയ ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെട്ടു, വീടുകൾ പൊളിച്ചു, വിത്തുകൾ കെട്ടിപ്പിടിച്ച പഴയതരം ഓലക്കൂടുകൾ പൊടിയായി. പക്ഷേ അവരുടെ ആത്മാവ് പൊടിയാക്കാനായില്ല. ഭീകരതയുടെ ആകാശം പൊട്ടുമ്പോൾ പാലസ്തീനിലെ കുട്ടികൾ ഉണരുന്നു. വെടിയൊച്ചയിൽ, ബോംബിൻ്റെ തീയിൽ, കെട്ടിടങ്ങളുടെ പൊടിയിൽ. കുട്ടികളുടെ പേരുകൾ യുദ്ധത്തിൻ്റെ കണക്കുകളിൽ ചേർക്കപ്പെടുന്നു. എന്നാൽ അവരുടെ ബാല്യം യുദ്ധത്തിൻ്റെ ഒരു രേഖയല്ല, അത് ഒരു മൗനമായ നഷ്ടത്തിൻ്റെ കഥ ആണ്. ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. അവൻ ചോദിക്കുന്നു, അമ്മ എവിടെ? അവനാൽ മറുപടി പറയാൻ കഴിയുന്നില്ല. ഇത് മതപരമായ പോരാട്ടമല്ല, ഇത് മനുഷ്യൻ്റെ അവകാശത്തിനായുള്ള യുദ്ധമാണ്. തടവറകളിലെ കുലച്ചികൾ, ഇസ്രയേൽ തടവറകളിൽ ആയിരക്കണക്കിന് പാലസ്തീൻ തടവുകാർ. അവരിൽ 100 കണക്കിന് പേർ കുട്ടികളാണ്. മറ്റ് ലോകം ഇവരെ ടെറർ സസ്പെക്ട്സ് എന്നു വിളിക്കുമ്പോൾ അവരറിയുന്നു, തങ്ങൾ കുറ്റവാളികളല്ല. പ്രതിരോധത്തിൻ്റെ ആത്മാവ്, കല്ലുകൊണ്ട് ടാങ്കുകൾ നേരിടുന്ന ബാല്യം, നിരായുധ യുവാക്കൾ വെടിയുണ്ടകളുടെ മുന്നിൽ നിൽക്കുന്നു. അവർക്കറിയാം, ഒരു ദിവസം അവർക്കും സ്വാതന്ത്ര്യം ലഭിക്കും. പക്ഷേ അവർ അത് ചോദിക്കുന്നില്ല, അവർ അത് നേടാനാണ് പോകുന്നത്. ഫ്രീഡം ഈസ് നോട്ട് ഗിവൻ, ഇറ്റ്സ് ടേക്കൻ. അത് അവരുടെ മുദ്രാവാക്യം. ആഗോളബോധം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ ഉണരുന്നു. പാരീസ് മുതൽ ടോക്കിയോ വരെ, ലണ്ടൻ മുതൽ കൊച്ചി വരെയും പാലസ്തീൻ പതാക ഉയരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ സത്യങ്ങൾ പുറത്തുവരുന്നു. കള്ളപ്രചാരങ്ങൾ തകർന്നു വീഴുന്നു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ഇത് ഒരു ദേശത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇത് മനുഷ്യത്വത്തിൻ്റെ പരീക്ഷണമാണ്. നീതി എവിടെ? കോടതികൾ സംസാരിക്കുന്നു, റിപ്പോർട്ടുകൾ എഴുതുന്നു, പക്ഷേ നീതി ലഭിക്കുന്നില്ല. അന്വേഷണങ്ങൾ നീണ്ടു നിൽക്കുന്നു, കുറ്റക്കാർ സ്വതന്ത്രരായി നടക്കുന്നു. പാലസ്തീൻ ചോദിക്കുന്നു, മനുഷ്യാവകാശങ്ങൾ ഏവർക്കാണ്, നമ്മെ ഒഴികെ ബാക്കി ലോകത്തിനോ? അവരുടെ ചോദ്യം നമ്മുടെ മനസാക്ഷിയെ തൊടണം. പ്രതീക്ഷയുടെ കണങ്ങൾ ഇന്ന് അവിടെ, കണനങ്ങൾ ഇന്ന് അവിടെ. കുട്ടികൾ കളിക്കുന്നു, വെടിയുണ്ടകളുടെ ശബ്ദത്തിനിടയിലും. അമ്മമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്നു, വേദനയ്ക്കിടയിലും. കലാകാരന്മാർ ചിത്രങ്ങൾ വരയ്ക്കുന്നു, വിദ്യാർത്ഥികൾ കവിതകൾ എഴുതുന്നു. അവരറിയുന്നു, ഒരു ദിവസം ഈ മതിലുകൾ പൊളിയും. ആ ദിവസം അവർ പറയുമാണ്, ഞങ്ങൾ ജയിച്ചു, കാരണം ഞങ്ങൾ മനുഷ്യരായിരുന്നു. അവസാന വാക്കുകൾ. പാലസ്തീൻ്റെ കഥ വേദനയുടെ പുസ്തകമല്ല, അത് മനുഷ്യത്വത്തിൻ്റെ ചരിത്രമാണ്. അവരുടെ കണ്ണീരിൽ
സ്വാതന്ത്ര്യത്തിൻ്റെ വവിത്തുണ്ട്. അവരുടെ ശബ്ദത്തിൽ പ്രതീക്ഷയുടെ സംഗീതം. ലോകം മിണ്ടാതിരുന്നാലും അവർ സംസാരിക്കും. അവർ പാടും, എഴുതും, പൊരുതും. മനുഷ്യാവകാശത്തിനായി, ജീവിക്കാനുള്ള അവകാശത്തിനായി. ലോകമുണരട്ടെ, ഓരോ മനുഷ്യനും മനസ്സിലാക്കട്ടെ, പാലസ്തീൻ വെറും ഭൂമിയല്ല, അത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ പ്രതിബിംബമാണ്. അവിടെ നടക്കുന്ന യുദ്ധം നമ്മിൽ നടക്കുന്ന പ്രതിരോധത്തിൻ്റെ ആത്മാവ്. കല്ലുകൊണ്ട് ടാങ്കുകൾ നേരിടുന്ന ബാല്യം. നിരായുധ യുവാക്കൾ വെടിയുണ്ടകളുടെ മുന്നിൽ നിൽക്കുന്നു. അവർക്കറിയാം ഒരു ദിവസം അവർക്കും സ്വാതന്ത്ര്യം ലഭിക്കും. പക്ഷേ അവർ അത് ചോദിക്കുന്നില്ല. അവർ അത് നേടാനാണ് പോകുന്നത്. ഫ്രീഡം ഈസ് നോട്ട് ഗിവൻ, ഇറ്റ്സ് ടേക്കൻ. അത് അവരുടെ മുദ്രാവാക്യം. ആഗോളബോധം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ ഉണരുന്നു. പാരീസ് മുതൽ ടോക്കിയോ വരെ, ലണ്ടൻ മുതൽ കൊച്ചി വരെയും പാലസ്തീൻ പതാക ഉയരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ സത്യങ്ങൾ പുറത്തുവരുന്നു. കള്ളപ്രചാരങ്ങൾ തകർന്നു വീഴുന്നു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു, ഇതൊരു ദേശത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇത് മനുഷ്യത്വത്തിൻ്റെ പരീക്ഷണമാണ്. നീതി എവിടെ? കോടതികൾ സംസാരിക്കുന്നു, റിപ്പോർട്ടുകൾ എഴുതുന്നു, പക്ഷേ നീതി ലഭിക്കുന്നില്ല. അന്വേഷണങ്ങൾ നീണ്ടു നിൽക്കുന്നു. കുറ്റക്കാർ സ്വതന്ത്രരായി നടക്കുന്നു. പാലസ്തീൻ ചോദിക്കുന്നു, മനുഷ്യാവകാശങ്ങൾ ഏവർക്കാണ്? നമ്മെ ഒഴികെ ബാക്കി ലോകത്തിനോ? അവരുടെ ചോദ്യം നമ്മുടെ മനസാക്ഷിയെ തൊടണം. പ്രതീക്ഷയുടെ കണങ്ങൾ ഇന്ന്, അവിടെ കണണങ്ങൾ ഇന്ന്. അവിടെ കുട്ടികൾ കളിക്കുന്നു, വെടിയുണ്ടകളുടെ ശബ്ദത്തിനിടയിലും. അമ്മമ്മമാർ ഭക്ഷണം പാകം ചെയ്യുന്നു, വേദനയ്ക്കിടയിലും. കലാകാരന്മാർ ചിത്രങ്ങൾ വരയ്ക്കുന്നു, വിദ്യാർത്ഥികൾ കവിതകൾ എഴുതുന്നു. അവരറിയുന്നു, ഒരു ദിവസം ഈ മതിലുകൾ പൊളിയും. ആ ദിവസം അവർ പറയുമാണ്, ഞങ്ങൾ ജയിച്ചു, കാരണം ഞങ്ങൾ മനുഷ്യരായിരുന്നു. അവസാന വാക്കുകൾ. പാലസ്തീൻ്റെ കഥ വേദനയുടെ പുസ്തകമല്ല, അത് മനുഷ്യത്വത്തിൻ്റെ ചരിത്രമാണ്. അവരുടെ കണ്ണീരിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വവിത്തുണ്ട്. അവരുടെ ശബ്ദത്തിൽ പ്രതീക്ഷയുടെ സംഗീതം. ലോകം മിണ്ടാതിരുന്നാലും അവർ സംസാരിക്കും. അവർ പാടും, എഴുതും, പൊരുതും. മനുഷ്യാവകാശത്തിനായി, ജീവിക്കാനുള്ള അവകാശത്തിനായി. ലോകമുണരട്ടെ, ഓരോ മനുഷ്യനും മനസ്സിലാക്കട്ടെ, പാലസ്തീൻ വെറും ഭൂമിയല്ല, അത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ പ്രതിബിംബമാണ്. അവിടെ നടക്കുന്ന യുദ്ധം നമ്മിൽ നടക്കുന്ന പരീക്ഷണമാണ്. നമുക്കതിൽ ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. സ്വതന്ത്രമായി ശ്വാസം വലിക്കാൻ, കുടുംബത്തോടൊപ്പം സുരക്ഷിതമായിരിക്കാൻ, സ്വപ്നം കാണാൻ. ഈ അവകാശം ദൈവം തന്നതാണ്. എങ്കിലും പാലസ്തീൻ എന്ന ഭൂമിയിൽ ഇന്നും ആയിരങ്ങൾക്കു ഈ അവകാശം ലഭിച്ചിട്ടില്ല. ഇവിടെയുണ്ട് വേദനയുടെ മണ്ണ്, തകർന്ന വീടുകൾ, പിഴിഞ്ഞുപോയ സ്വപ്നങ്ങൾ. ഇന്ന് നാം കാണാൻ പോകുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ സനർക്കാഴ്ചകളിൽ പാലസ്തീൻ. മനുഷ്യാവകാശം അത് മനുഷ്യൻ്റെ ജന്മാവകാശമാണ്. ജീവിക്കാൻ, സംസാരിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം. എങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും ഈ അവകാശങ്ങൾ പൊളിഞ്ഞു പോകുകയാണ്. സ്വാതന്ത്ര്യ ലംഘനം. മാധ്യമ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു. പ്രതിഷേധ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു. അധികാരത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ശബ്ദം തന്നെ മൂടപ്പെടുന്നു. യുദ്ധവും അതിക്രമവും. പാലസ്തീൻ, സിറിയ, സുഡാൻ. സുഡാൻ. ഇവിടെ നിരപരാധികളായ ജനങ്ങൾ യുദ്ധത്തിൻ്റെ ഇരകളായി മാറുന്നു. വീടുകൾ തകർന്നതും കുടുംബങ്ങൾ നശിച്ചതും മനുഷ്യാവകാശത്തിൻ്റെ